ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആദ്യമായിട്ട് കാണുമ്പോൾ, അതായത് ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പ്രണയം തോന്നുന്നത് അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ആദ്യമായിട്ട് കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവൻ്റെ മുഖവും കണ്ണുകളുമാണ്. അതായത് നല്ല ചിരിയും അതേപോലെ തന്നെ അവൻ്റെ കണ്ണുകളിലെ ആ ഒരു തിളക്കവും, ഇതൊക്കെയായിരിക്കും അവളെ അവനിലേക്ക് ആദ്യം തന്നെ ആകർഷിക്കുക. ആദ്യമായിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ കണ്ട് അവളുടെ ഉള്ളിൽ പ്രണയം മുട്ടിടുന്നതും അവൻ്റെ ആ ഒരു മുഖവും കണ്ണുകളും കണ്ടിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് ആദ്യ കാഴ്ചയിൽ പ്രണയം തോന്നുക അവൻ്റെ മീശയും താടിയും ഒക്കെ കണ്ടിട്ടായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും അവൻ്റെ മുടിയും. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടി ഒതുക്കിയ മുടിയും നല്ല ഷേപ്പ് ചെയ്തിട്ടുള്ള മീശയും താടിയും ഒക്കെ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളെ ഇല്ല. ഇത് അവളെ അവനിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മീശ, താടി, മുടി ഇതൊക്കെ വെട്ടി വൃത്തിയാക്കാതെ നടക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും അതൊക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങളിങ്ങനെയൊക്കെ നടന്നാൽ മാത്രമാണ് പെൺകുട്ടികൾക്ക് നിങ്ങളോടൊരു ആകർഷണവും പ്രണയവും ഒക്കെ തോന്നത്തുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഉയരമാണ്. അതായത് സ്ത്രീകൾക്കൊക്കെ തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടം. ഹൈറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കോല് പോലെ പൊക്കം വേണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഉയരം ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അതിനനുസരിച്ചൊരു വണ്ണവും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് പൊക്കം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഇപ്പം എല്ലാ ഗേൾസും ഒരേപോലെ അല്ലല്ലോ, പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നിരുന്നാലും കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ളതാണ് ഈ ഒരു പൊക്കവും അതനുസരിച്ചുള്ള ഉയരവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ളൊരു പെരുമാറ്റമാണ്. അതായത് ചില പുരുഷന്മാരുണ്ട്, എല്ലാവരോടും ഭയങ്കര പക്വതയിൽ ഭയങ്കര ദേഷ്യത്തിൽ മാത്രമായിരിക്കും സംസാരിക്കുക. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന പുരുഷന്മാരെ പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. അവർക്ക് കുറച്ച് കൂളായിട്ട് സംസാരിച്ച് ഇച്ചിരി കളിയും തമാശയും ചിരികളൊക്കെ ആയിട്ട് നടക്കുന്ന പുരുഷന്മാരെയാണ് ഇഷ്ടം. അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബലം പിടിച്ചിട്ട് അങ്ങനെ ചിരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരെ അത്രമാത്രം പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. അവർക്ക് കുറച്ച് കാം ആൻഡ് കൂളായിട്ടുള്ള ആൺകുട്ടികളെയാണ് ഇഷ്ടം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് എന്നതാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രസ്സിങ് സെൻസൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, റിസപ്ഷൻ ഇതിനൊക്കെ നിങ്ങൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ധരിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു ഗുഡ് ഡ്രസ്സിങ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് ഒരിഷ്ടം തോന്നും. ഇത് ആ ഒരു പെൺകുട്ടി നിങ്ങളെ ശ്രദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ശുചിത്വമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കുറച്ച് വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ നഖമൊക്കെ പ്രോപ്പറാക്കി വെട്ടി വൃത്തിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഡ്രസ്സിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം അയൺ ചെയ്ത ഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ കാലിൻ്റെ വൃത്തി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ്റെ വൃത്തി, ഇതിപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു മനുഷ്യൻ്റെ വൃത്തി, അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആ ഒരു വൃത്തി എന്ന് പറയുന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ കാലിൽ നോക്കിയിട്ടാണ്. അതായത് നിങ്ങളുടെ ചെരുപ്പിൻ്റെ വൃത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കാലെങ്ങനെ ഇരിക്കുന്നു അത് നോക്കിയിട്ടായിരിക്കും പൊതുവെ നിങ്ങളുടെ വൃത്തി എങ്ങനെയാണെന്ന് എല്ലാവരും ഊഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ട് നടക്കുക. ഈ ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെയാണ് സ്വെറ്റ്, അതായത് ഇപ്പം വേർക്കുന്ന വ്യക്തികളുണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളിലേക്ക് പെൺകുട്ടികളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല വൃത്തിക്കും വെടുപ്പിനും നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏഴാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസമാണ്. അതായത്
നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ നടപ്പിലും മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യം കോൺഫിഡൻസ് അല്ലെങ്കിൽ കുറച്ചധികം തൻ്റെയിടമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.